നമ്മളിനി അടുത്തത് പറവൂരിലേക്ക്. അതെ, പ്രദീപ് ജോസഫ് ഉണ്ട് അവിടെ നിന്നും. പ്രദീപ്, ഗുഡ് മോർണിംഗ്. ഈ തീപാർന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഈ പറവൂരിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റുന്ന ഒരു സ്ഥലമേ അല്ല. എവിടെയാണ് ഇപ്പോൾ പ്രദീപ് ജോസഫ് നിൽക്കുന്നത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും മുത്തി, കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് ഇത്തവണ വടക്കൻ പറവൂർ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വോട്ട് ചെയ്യാനെത്തുന്ന വടക്കൻ പറവൂരിലെ കേസരി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബൂത്തിലാണ്. 2 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. മോക്ക് പോളിംഗൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ സാങ്കേതിക തടസ്സങ്ങൾ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ജില്ലയിൽ എല്ലായിടത്തും തന്നെ മോക്ക് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പറയത്തക്ക തടസ്സങ്ങളോ മെഷീൻ തകരാറുകളോ അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. ആകെ 25,03,843 വോട്ടർമാരാണ് ഇത്തവണ എറണാകുളം ജില്ലയിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ടത്. ഇതിൽ തന്നെ സ്ത്രീകളുടെ എണ്ണം ഒരു അല്പം കൂടുതലാണ് എന്ന് പറയാം. പുരുഷ വോട്ടർമാരെ അപേക്ഷിച്ച് അല്പം കൂടുതലുണ്ട്. ഒരു 12,18,000 പുരുഷ വോട്ടർമാരും 12,85,000 സ്ത്രീ വോട്ടർമാരുമാണ് എറണാകുളം ജില്ലയിലുള്ളത്. ആകെ 3,148 പോളിംഗ് ബൂത്തുകളാണ് എറണാകുളം ജില്ലയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ വനമേഖലയിലുള്ള പോളിംഗ് ബൂത്തുകളുണ്ട്. തീരെ കുറച്ച് ആളുകൾ, 100-ൽ താഴെ മാത്രം ആളുകൾ വോട്ട് ചെയ്യാനെത്തുന്ന താന്തോണിത്തുരുത്ത് പോലുള്ള പ്രദേശങ്ങളിലെ ബൂത്തുകളുണ്ട്. പ്രശ്നബാധിതമായ ബൂത്തുകളുടെ എണ്ണം വളരെ കുറവാണ്. പ്രശ്ന സാധ്യതയുള്ള ബൂത്തുകളുടെ എണ്ണം വളരെ കുറവാണ്. എന്തായിരുന്നാലും എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ നിയന്ത്രിക്കുന്ന പോളിംഗ് ബൂത്തുകൾ, ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന ബൂത്തുകൾ, അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. കേവലം അരമണിക്കൂർ കൂടി മാത്രം കഴിഞ്ഞാൽ ജില്ലയിലെ പോളിംഗ് ബൂത്തുകളിലും വോട്ടിംഗ് മെഷീനുകൾ ശബ്ദിച്ചു തുടങ്ങും. വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റമുണ്ടാക്കിയ ജില്ലയാണ് എറണാകുളം. ഈ തെരഞ്ഞെടുപ്പിലും സമാനമായൊരു മുന്നേറ്റം അവർ പ്രതീക്ഷിക്കുമ്പോൾ അതല്ല, കഴിഞ്ഞ തവണയുണ്ടായ ചില ചെറിയ നഷ്ടങ്ങൾ കൂടി പരിഹരിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇടത് നേതൃത്വമുള്ളത്. ജില്ലയിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട പ്രമുഖർ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടയാൾ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. കൂടാതെ തൊട്ടടുത്തുള്ള കളമശ്ശേരി മണ്ഡലത്തിൽ വ്യവസായ മന്ത്രി കൂടിയായ പി. രാജീവ് മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച അതേ ആളുകൾ തന്നെ വീണ്ടും നേരിട്ട് മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളാണ് ഉള്ളത്. അതായത് കഴിഞ്ഞ തവണ വൈപ്പനിൽ മത്സരിച്ച KN ഉണ്ണികൃഷ്ണനും ദീപക് ജോയിയുമാണ് ഇത്തവണ ഇരുവരും തൃപ്പൂണിത്തുറയിലാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്. കോതമംഗലത്താണെങ്കിൽ കഴിഞ്ഞ തവണയും ഷിബു തെക്കുംപുറവും ആന്റണി ജോണും തമ്മിലായിരുന്നു മത്സരമുണ്ടായിരുന്നത്. കളമശ്ശേരിയിൽ കഴിഞ്ഞ തവണ പി. രാജീവും വി. അബ്ദുൾ ഗഫൂറും തമ്മിൽ മത്സരിച്ചു. അങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും മോക്ക് പോളിംഗ് വിജയകരമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. കേവലം അരമണിക്കൂറിൻ്റെ കാത്തിരിപ്പ് കൂടി കഴിഞ്ഞാൽ പ്രമുഖരും സാധാരണക്കാരായ വോട്ടർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് നാളുകളിൽ കേരളത്തെ നയിക്കേണ്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരവരുടെ ഹോം ബൂത്തിലേക്ക് എത്തിച്ചേരും. ശരി, പ്രദീപ് ജോസഫാണ് പറവൂരിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.